നമ്മുടെ ഓണത്തിന്റെ തലേ ദിവസം യൂണിവേഴ്സ് അനുവദിക്കുന്നില്ലല്ലോ ചേച്ചി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ തലേ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഓണപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുള്ള ഒരു ഫാദർ ഇല്ലേ, അപ്പം അച്ഛൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ തലേ ദിവസത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ കാര്യമായിട്ട് ലഗേജ് കൊണ്ടൊക്കെ ആട്ടോ പോകുന്നത്. സാരിയും ഡ്രസ്സും കാര്യങ്ങളും പിന്നെ തലേ ദിവസത്തേക്കും ഓണത്തിൻ്റെ അന്നും പിറ്റേന്നൊക്കെ ഉള്ള എല്ലാ ഡ്രസ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് കാര്യമായി കുറച്ചധികം ലഗേജൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചേക്കുന്നത്. നമ്മുടെ പരിപാടി നടക്കുന്നത് ഫിൽസ്ബിബുർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പം ന്യൂൺബർഗിൽ ഞാൻ തലേന്നേ വന്ന് സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് പിന്നെ 3 മണിക്കൂറോളം ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് കിട്ടും. ഹലോ ഷീപ്പേ. ഓ അതെ തലയാണ്ടെന്ന് എന്നെ നോക്കിയിട്ട്. നമ്മൾ മുന്നേ പരിപാടികൾക്ക് വന്നുകൊണ്ടിരുന്ന വീടല്ല ഇത് കേട്ടോ. അച്ഛൻ വീട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് പുതിയ വീട്ടിൽ വരുന്നത്. വന്ന് കാർ ഇറങ്ങിയപ്പോൾ തന്നെ ഷീപ്പിനെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി. പിന്നെ കുറേ കോഴികളുണ്ടായിരുന്നു, കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ആദ്യമേ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോണത് തന്നെ. ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ കുറച്ച് പരിപാടികളിലൊക്കെ ആയിരുന്നു. തിരുവാതിരയൊക്കെ പഠിക്കാനുള്ളൊരു ശ്രമത്തിലും പിന്നെ കുറച്ച് അരിയാനൊക്കെ ഹെൽപ്പ് ചെയ്തു സദ്യക്കൊക്കെ. അപ്പോഴേക്കും ലഞ്ച് കഴിക്കാൻ സമയമായി. ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. ഇത് അച്ഛൻ്റെ തോട്ടത്തിലുള്ള ആപ്പിൾ മരമാണ്. കുറേ ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഒക്കെ ഉയരത്തിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പൂക്കളൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ വീടിൻ്റെ ചുറ്റും തന്നെ കുറേ പല കളറിൽ പൂക്കളുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതെല്ലാം പറിക്കുകയാണ്. പല കളറിലുള്ളതെല്ലാം നമ്മൾ നോക്കിയിട്ട് പറിച്ചെടുത്തു. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേറെ പുതിയത് വാങ്ങണമെങ്കിലോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ തലേന്ന് എല്ലാം പറിച്ചു കേട്ടോ. അപ്പോഴേക്കും അച്ഛനും വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെ ഏതൊക്കെ പൂക്കളൊക്കെ ഉണ്ട് എന്നൊക്കെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറിച്ച പൂക്കളൊക്കെ ബോയ്സിനെ ഏൽപ്പിച്ചിട്ട് നേരെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. കാരണം അപ്പോഴേക്കും നൈറ്റ് ടൈം ആയി. എല്ലാവരും കുക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് പലരും പല സ്ഥലത്തായിരുന്നു. അപ്പോൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ആകെ ഇച്ചിരി സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അവരത് പിച്ച് പറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 8 മണിയപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചു. കപ്പ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗെയിംസ് ആയിരുന്നു ഫുള്ള് കേട്ടോ. എന്തൊക്കെ കഷ്ടപ്പാട് സഹിക്കണം ഒരു ഓണം. എന്നിട്ട് എന്താ ചെയ്യണത്? എന്നിട്ട് മുല്ലപ്പൂ വളർത്താൻ വെച്ചിരിക്കുന്നത് നമ്മൾ തലയിൽ മുല്ലപ്പൂ വയ്ക്കും ഓണത്തിന്. അതന്നെ, അത് അത്രയൊക്കെ ഉള്ളൂ. ഇത്ര ഇതളുകളായി അല്ല, ഇത്രയും പൂക്കളായി അല്ലേ. എന്റെ സ്നേഹനിധിയായ ഭർത്താവിനെ സഹായിക്കുന്നു. കണ്ടാ എന്താ ചെയ്യണം നോക്ക്. മഷിയൊക്കെ കുത്തുന്നു. വർത്താനം പറഞ്ഞിരിക്കുന്ന വോൺസേൻ്റെ ഋതിക. മുല്ലപ്പൂവിൻ്റെ പരിപാടി നമ്മൾ ഏകദേശം പാതി വഴിക്ക് അങ്ങ് ഉപേക്ഷിച്ചു കേട്ടോ. തലേ ദിവസം പരിപാടി നമ്മളുടെ ഇൻഡോർ ഗെയിംസ് ആയിരുന്നു. നമ്മൾ 3 ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. 3 ടീമിനും 3 റൗണ്ടുള്ള ഗെയിമുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ വീഡിയോസ് എടുത്തുള്ളൂ, കാരണം ഗെയിമിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു മൊത്തത്തിൽ. നല്ല വാശിയേറിയ പോരാട്ടമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തലേന്ന് തന്നെ പൂക്കളോടാന്ന് തീരുമാനിച്ചു. പിറ്റേന്ന് ടൈമൊന്നും തികഞ്ഞില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് ബൊക്കെ ഉണ്ടായിരുന്നു. ആ ബൊക്കയിലുണ്ടായിരുന്ന പൂക്കളുടെ അതിലും കൂടെ നമ്മൾ പിച്ചയൊക്കെ പറിച്ചു. അതിനുശേഷം ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയപ്പോഴത്തേക്കും ഞാൻ പോയി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഇവരാണ് കംപ്ലീറ്റ് ചെയ്തത് പൂക്കളമൊക്കെ കേട്ടോ. ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. നല്ല സൂപ്പറായിട്ട് വന്നു എന്ന് എനിക്ക് മോർണിംഗ് എണീറ്റ് നോക്കിയപ്പോൾ തോന്നി കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഓണമായി. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും റെഡിയൊക്കെ ആവാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ ഞാനും പോയി റെഡിയൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഏകദേശം ഇതൊക്കെയായിരുന്നു എൻ്റെ കോലോട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. റെഡി ആവാൻ തുടങ്ങിയ പിന്നെ സമയം പോണെന്ന് അറിയില്ലല്ലോ. പിന്നെ അങ്ങോട്ട് പിന്നെയും ഗെയിംസ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നവരെ കണ്ടിന്യൂസ് ഗെയിമുകളായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ കളറിൽ എല്ലാ ഗെയിമുകളും ഉണ്ടായിരുന്നു.
കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്ന തിരുവാതിരയായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും അതിൻ്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ വന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും പിന്നെ സദ്യ കഴിക്കാനുള്ള സമയമൊക്കെ ആയി. സ്വാഭാവികമായി സദ്യ കഴിക്കുമ്പോൾ സംഭവിക്കുന്ന പോലെ വയറൊക്കെ നിറഞ്ഞ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. സാരിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അവസാനമൊക്കെ ആയപ്പോഴേക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗെയിംസ് കളിക്കാന്ന് പറയുന്നത് കുറച്ച് ടാസ്കുള്ള പരിപാടിയായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഇര വിഴുങ്ങിയ പാമ്പും അതിരായി. പക്ഷെ എന്നാലും നമുക്ക് പിന്നെയും ഗെയിംസ് ഉണ്ടായിരുന്നു. ബണ്ണുകടി ഉണ്ടായിരുന്നു, വടംവലി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തതൊന്നും സമയത്തിന്റെ പരിമിതി കാരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛാ എന്തായി ഓണപരിപാടിയൊക്കെ എന്തായി? തകർത്തു, തിമിർത്തു, പൊളിച്ച് അങ്ങനെ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണം വിജയകരമായി പൂർത്തിയാക്കി. എല്ലാരും പോവാ നിക്കാ.